ഹലോ മിസ്റ്റർ പെരേര. പെരേര ഇപ്പോൾ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വേറൊരു ഐറ്റം. ഇവനെന്ത് ക്രിമിനടിയാണ്. നമ്പർ 1 പോട്ടൻ കേരളത്തിൽ. ഇവർ എന്ത് കുന്തം ചെയ്തിട്ടാണ് ഇതിനകത്തൊക്കെ മീഡിയയിലൊക്കെ ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇടയ്ക്ക് വന്നിട്ട് പല സ്റ്റേജ് വന്നിട്ട് ഹായ് ഹായ് ദിലീപേട്ടൻ സുരേഷോബിയേട്ടൻ ലാലേട്ടൻ എന്നല്ല. ഇവന് വട്ട് കണ്ടിട്ട് ജനങ്ങൾ വിചാരിച്ചു ഇത് ഏത് പ്രാന്താശുപത്രിയിൽ നിന്ന് കെട്ടിയിറങ്ങിയപ്പോൾ ഒന്ന് മരപ്പൊട്ടനാണ് ഈ സാധനം. ഇവന് മാനസികരവും ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതുപോലത്തെ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഇട്ടുള്ള സ്ഥലത്ത് മുഴുവൻ മറ്റേ ഇതുപോലെ ബോവൻ മോളിലെ പട്ടി ചെയ്യുന്ന പോലെ അവിടെ ഇവിടെ മുഴുവൻ ക്യാമറ മുമ്പിൽ നിറഞ്ഞു കയറി ഈ എടപ്പള്ളി വനിതാ തിയേറ്ററിൽ അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. എവിടെയാണ് ക്യാമറ ഇരുന്ന് ഓടി എന്നിട്ട് നടക്കുന്ന ഒരു മരപ്പൊട്ടൻ അവിടെ കിടന്നിട്ട് മമ്മൂക്കനെ എന്തോ അറിയാതെ വായിലങ്ങ് വീണ് പോയി. 2 അടിച്ചപ്പം കാറ്റാൻ തോന്നുന്നു വീണ് പോയി. അപ്പം പിള്ളന്മാർ വെറുതെ വിടുവോ? അടുത്ത പടത്തിൽ ടർബോനകറ്റ് നീ അങ്ങോട്ട് തിയേറ്ററിൽ വരും എന്നുള്ള ലെവലായി. ഇപ്പോൾ ഓടി നടക്കുക, കേരളം മുഴുവൻ ഓടി നടക്കുക. സകല മമ്മൂക്ക ഫാൻസിൻ്റെ സെക്രട്ടറിമാരെടുത്തു. അവസാനം മനാഫിക്കൻ്റെ അടുത്ത് വരെ എത്തി മാപ്പം പറഞ്ഞുകൊണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അവനറിയാം മമ്മൂക്ക ഫാൻസ് പറഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നു. എന്തായാലും നമ്മൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മോനെ മിസ്റ്റർ പെരേര. ടർബോ റിലീസിന് കൂട്ടടി ഉള്ളിലെന്തായാലും മമ്മൂക്ക നടന്നു, പുറത്ത് ബാക്കിയുള്ള അടി നിനക്ക് കിട്ടാതിരിക്കട്ടെ. കാരണം ആ അടിയും കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മമ്മൂക്ക ഫാൻസ് മൊത്തത്തിൽ ഇറങ്ങി വരിക. ആ തരിപ്പിന് നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭസ്മായി പോകും മോനെ. ദയവേത് ഞാൻ പറയാം, റിലീസിലൊന്നും പോകാൻ നിൽക്കില്ലേ അങ്ങോട്ട് മിസ്റ്റർ പെരേര, മനസ്സിലായോ?